ഹായ് ഫ്രണ്ട്, ബ്ലാക്ക് ഗോഡ് ഡിസൈൻ സ്റ്റുഡിയോയിലേക്ക് വെൽക്കം. പക്ഷേ ഇന്ന് വന്നിട്ടൊരു പായസത്തിൻ്റെ വീഡിയോ ആണ്. പാലട പായസം എളുപ്പം ഒന്ന് ഉണ്ടാക്കാം. കുക്കറിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നതാണ് പാലടയുടെ മിക്സിങ് യൂസ് ചെയ്യും. ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങുന്ന ടൈമിലാണ് പാലട മിക്സിങ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാത്രം എടുത്തിട്ട് മിക്സിങ്ങാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അടിയിൽ ഒട്ടിയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കും. അടിയിൽ ഒട്ടിയിരിക്കും. എല്ലാവരും പച്ചവെള്ളത്തിലാണ് വയ്ക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യലും. നമ്മളിത് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചായപാത്രം എടുത്ത് വെച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് 2 കവർ പാൽ, മുരളിയുടെ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 2 കവർ പാൽ ഉപയോഗിച്ച് അത് ഒരു കവറാക്കി എടുക്കണം. പിന്നെ കുക്കറിൽ നിന്ന് 3 വിസിൽ കേൾക്കുന്ന നേരം കൊണ്ട് നമുക്കിത് ഒരു കവറാക്കി സെറ്റ് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കിയ നല്ല നെയ്യാണ്. അതിട്ട് നന്നായിട്ട് എടുക്കണം. അതിന് മുമ്പേ തന്നെ ഞാൻ കുക്കറിൽ ഇരിക്കുന്നത് ഇട്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു. കുക്കറിൽ ഇരിക്കുന്ന പാലട മിക്സ് ഇട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. എങ്കിലേ ഈ കളർ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് എന്താണ്, ഫിനിഷ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാലട കഴിക്കാം. എളുപ്പം ഒരു അരമണിക്കൂറിനകത്ത് അരമണിക്കൂർ വേണ്ട, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന യമ്മി ആയിട്ടുള്ളതാണ്. അതിന് നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇനി എനിക്ക് ഇതിൻ്റെ കൂടെ ബോളി വേണം. വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അമ്മ ഇന്ന് ബിസിയാണ്, എളുപ്പം എന്നാണ് പറഞ്ഞത്. ഏട്ടൻ ചെന്ന് എളുപ്പം ഒരു പാലട പായസത്തിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ബോളിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എളുപ്പം ഞാൻ ഉണ്ടാക്കിയൊരു പാലടയുടെ മിക്സിങ്ങാണ് ഇത് കാണുന്നത്. ഇനി നമുക്ക് യമ്മി ആയിട്ട് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. രണ്ടാമത് നിങ്ങൾ പാല് കാച്ചി ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് കുറുക്കി തന്നെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് പാലട പായസവും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര യമ്മി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പായസം ഇതുപോലത്തെ സാധനമൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ആളാണ്. ഞാൻ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഒന്നും വിചാരിക്കലും ഇന്ന് ഉണ്ടാക്കിയപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസം.